സൂരജ് ടോമിന്റെ സംവിധാനത്തിൽ C5 OTT പ്ലാറ്റ്ഫോമിൽ പുറത്തിറങ്ങിയ ഹൊറർ സിനിമയാണ് കൃഷ്ണൻകുട്ടി പണി തുടങ്ങി. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഉണ്ണിക്കണ്ണൻ എന്ന ഹോം നേഴ്സിന്റെ കഥാപാത്രം ഒരു കാട്ടിനുള്ളിലെ ഒറ്റപ്പെട്ട വീട്ടിലുള്ള ഒരു വൃദ്ധനെ പരിചരിക്കാൻ എത്തുന്നു. അയാൾ അവിടെ എത്തുമ്പോൾ ആ വീട്ടിൽ വൃദ്ധന് പുറമെ ആകെയുള്ളത് ബിയാട്രിസ് എന്ന സാനിയ അയ്യപ്പന്റെ കഥാപാത്രമാണ്. ഇതൊരു അനാലിസിസ് വീഡിയോ ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് ചെറിയ ചില സ്പോയിലറുകൾ ഉണ്ടാകും. രണ്ട് തീമുകളാണ് ഈ സിനിമയിലുള്ളത്. ഒന്ന് മനുഷ്യന്റെ പേടിയും, രണ്ട് പ്രതികാരവും. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കഥാപാത്രത്തിലൂടെ പേടി എന്ന തീമിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സാനിയയുടെ കഥാപാത്രത്തിലൂടെയാണ് പ്രതികാരം എന്ന തീമിനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഈ രണ്ട് തീമും രണ്ട് കഥാപാത്രങ്ങളിലൂടെ മിക്സ് ചെയ്ത് വേണ്ട പോലെ പ്രേക്ഷകർക്ക് നൽകുന്നതിൽ സിനിമ വിജയിച്ചോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സിനിമയുടെ പോസിറ്റീവുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏറ്റവും വലിയ പോസിറ്റീവായി തോന്നിയത് സാനിയ അയ്യപ്പന്റെ പ്രകടനമാണ്. പ്രതികാര ചിന്തകളിൽ മുങ്ങി നിയന്ത്രണം വിടുന്ന ഒരു സ്ത്രീയുടെ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് ആക്ഷൻ സീനുകളൊക്കെ സാനിയ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. പൊതുവെ മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ കഥാപാത്രത്തെ നൽകിയതിനും സാനിയയിലൂടെ അത് കൺവിൻസിംഗ് ആയി അവതരിപ്പിച്ചതിലും സംവിധായകൻ കയ്യടി അർഹിക്കുന്നുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണനും മറ്റൊരു പ്രധാന കഥാപാത്രമായ വിജിലേഷിന്റെ കഥാപാത്രവും അവരുടെ റോളുകൾ ഭംഗിയായി തന്നെ ചെയ്തു. സിനിമയുടെ മൊത്തത്തിലുള്ള കളർ ടോണും കാടിനുള്ളിലെ ആ സെറ്റപ്പും ഒരു പരിധിവരെ പോസിറ്റീവായി തോന്നി. അടുത്ത പോസിറ്റീവായി തോന്നിയത് പേടി എന്ന തീമിനെ പുതിയൊരു രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചതാണ്. അതിൽ തന്നെ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരു പെൺപ്രേതത്തിന് പകരം നമ്മുടെ സങ്കല്പങ്ങൾക്ക് ചേരുന്ന ഒരു ആൺപ്രേതത്തെ പ്ലേസ് ചെയ്തത് നന്നായി തോന്നി. കുട്ടികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വീട്ടിലെ രക്ഷിതാക്കളും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പല പ്രേതകഥകളും അവരെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും വളരുന്നതിനനുസരിച്ച് അതൊക്കെ കെട്ടുകഥകളാണെന്ന് മനസ്സിലാക്കി ആ പേടിയിൽ നിന്നും പുറത്തു വരും. എന്നാൽ ചെറുപ്പത്തിൽ കിട്ടുന്ന ആ പേടിയുടെ ഡോസ് കുറച്ചധികമാണെങ്കിലോ വലുതായിട്ടും അതിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരാൾക്കുണ്ടെങ്കിലോ അത് അയാളെ എങ്ങനെ പിന്തുടരും? അതിൽ നിന്നും അയാൾ എങ്ങനെ പുറത്തു കടക്കും? ഇതൊക്കെ ഉണ്ണിക്കണ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചത് നന്നായിരുന്നു. എന്നാൽ ഈ ഒരു പോയിന്റിൽ തന്നെയാണ് സിനിമയുടെ നെഗറ്റീവും തുടങ്ങുന്നത്. ചെറുപ്പത്തിൽ കിട്ടിയ ആ പേടിയും അതിനെ നേരിടുന്നതുമൊക്കെയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കഥാപാത്രത്തിലൂടെ ഉദ്ദേശിച്ചതെന്ന് എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടത്ര കാര്യങ്ങൾ തിരക്കഥയിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ആ കഥാപാത്രത്തെ പൂർണ്ണമായും പ്രേക്ഷകരിൽ എത്തിക്കാൻ കഴിയാഞ്ഞത് തിരക്കഥയുടെ പ്രശ്നമാകാം, അല്ലെങ്കിൽ എഡിറ്റിംഗിന്റെ പ്രശ്നമാകാം. എന്തായാലും അത് സിനിമയെ നന്നായി ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം സിനിമയുടെ പേരും സിനിമയും തമ്മിലുള്ള വലിയൊരു അകൽച്ചയും എടുത്തു കാണിക്കുന്നുണ്ട്. സിനിമ കണ്ടതിന് ശേഷം കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന പേരുകൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് പ്രേക്ഷകർക്ക് ആശയക്കുഴപ്പം തോന്നിയാൽ പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റില്ല. അടുത്ത നെഗറ്റീവായി തോന്നിയത് സിനിമ അതിന്റെ ജോൺറിയോട് നീതി പുലർത്താൻ ശ്രമിച്ചെങ്കിലും അതിന് പൂർണ്ണമായും സാധിച്ചില്ല എന്നതാണ്. കഥാപാത്രങ്ങളുടെ വയലൻസ് ഒന്നും പ്രേക്ഷകരെ ഡിസ്റ്റർബ് ചെയ്യാൻ തക്കവണ്ണം എഫക്റ്റീവ് ആയിരുന്നില്ല. അതിന്റെ ഒരു കാരണം വിഷ്വലി പ്രസന്റ് ചെയ്തതിന്റെ പോരായ്മയാകാം, അല്ലെങ്കിൽ ന്യായമായ പ്രതികാരം എന്ന ആശയം വരുമ്പോൾ നമ്മൾ കൊല ചെയ്യപ്പെടുന്നവരെക്കാൾ കൊല ചെയ്യുന്നയാളുമായാണ് താതാത്മ്യം പ്രാപിക്കുന്നത് എന്നതുമാകാം. BGM നല്ലതായിരുന്നെങ്കിലും ചിലയിടത്തൊക്കെ അമിതമായി ഉപയോഗിച്ചതുപോലെ തോന്നി. ഹൊറർ സിനിമയാകുമ്പോൾ പ്രേക്ഷകരെ വലിഞ്ഞു മുറുക്കി ഇരുത്താൻ സാധിക്കണം. സിനിമയുടെ തുടക്കത്തിൽ അതിന് സാധിച്ചെങ്കിലും സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ആവുകയും ഒന്ന് ലൂസായി പോവുകയും ചെയ്തു. അതുപോലെ ചിലയിടങ്ങളിലൊക്കെ കുറച്ച് ലോജിക്കൽ പ്രശ്നങ്ങളും അനുഭവപ്പെട്ടു. അറ്റ്മോസ്ഫിയറിലൂടെ ഒരു ഹൊറർ സൃഷ്ടിക്കാൻ സിനിമ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വീടിനുള്ളിലെ സങ്കീർണതയിൽ മാത്രമായി അത് ഒതുങ്ങി. കാടിന്റെ വന്യത, അതിലെ ഒറ്റപ്പെട്ട ആ വീടിന്റെ പേടിപ്പെടുത്തൽ, ഇതൊന്നും ക്യാമറയിലൂടെയോ BGMയിലൂടെയോ എൻഹാൻസ് ചെയ്യാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ നല്ല സാധ്യതയുള്ള ഫ്രഷ് ആയ ഒരു തീമായിരുന്നു കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന സിനിമയുടേത്. എന്നാൽ തിരക്കഥയിലും എക്സിക്യൂഷനിലും വന്ന ചില പാളിച്ചകൾ സിനിമയെ ഒരു ശരാശരി അനുഭവമാക്കി ചുരുക്കി. നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ തമിഴ് കോമഡി ഡ്രാമ പൊളിറ്റിക്കൽ സറ്റയറാണ് യോഗി ബാബു നായകനായ മണ്ടേല. പുതുമുഖ സംവിധായകനായ M. അശ്വിനാണ് സിനിമയുടെ സംവിധാനം. തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. വികസനം എത്തി നോക്കാത്ത, വോട്ട് ചെയ്യുന്നത് എന്തിനെന്ന് പോലും അറിയാത്ത നാട്ടുകാരുള്ള, ആ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തും ജാതി പറഞ്ഞ് അടുപ്പിച്ചും ജീവിക്കുന്ന നേതാക്കളുള്ള ഒരു ഗ്രാമമാണ് ചൂരംകുടി. ജാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ഗ്രൂപ്പുകളായാണ് അവിടെ ആളുകൾ താമസിക്കുന്നത്, തെക്കൂരും വടക്കൂരും. ഗ്രാമത്തിന് വേണ്ടി പൊതുവായി കെട്ടിയ ഒരേയൊരു ടോയ്ലറ്റിൽ ആദ്യം ഏത് ഊരുകാർ പോകണമെന്ന കാര്യത്തിൽ വരെ വലിയ തർക്കം നടക്കുന്നതും അതിന്റെ ഫലമായി ആകെയുണ്ടായിരുന്ന ടോയ്ലറ്റ് രണ്ടു കൂട്ടരും കൂടെ അടിച്ചു പൊളിക്കുന്നതും കാണിക്കുന്നതിലൂടെ തന്നെ ആ ഗ്രാമത്തിന്റെ സ്വഭാവം സംവിധായകൻ വരച്ചു കാട്ടുന്നുണ്ട്. ജാതി പൊളിറ്റിക്സ് എങ്ങനെയാണ് ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി നേതാക്കന്മാർ ഉപയോഗിക്കുന്നതെന്നും തങ്ങളുടെ വോട്ടിന്റെ വില ജനങ്ങൾ മനസ്സിലാക്കാത്തിടത്ത് എന്തൊക്കെ സംഭവിക്കുമെന്നുമാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. ഇളിച്ചവായൻ എന്നത് പരിഷ്കരിച്ച് സ്മൈൽ എന്നാക്കി നാട്ടുകാർ വിളിക്കുന്ന, സ്വന്തമായി ഒരു പേരുണ്ടോ എന്ന് പോലും ഓർമ്മയില്ലാത്ത, എല്ലാവരാലും ചൂഷണം ചെയ്യപ്പെടുന്ന, സ്വന്തമായി വീടോ സ്ഥലമോ വോട്ടർ ID യോ ആധാർ കാർഡോ ഒന്നും തന്നെയില്ലാത്ത ഒരാളാണ് സിനിമയിലെ നായകൻ.
തങ്ങളുടെ വിജയം ഉറപ്പാക്കാൻ സ്മൈലിന്റെ ഒരേയൊരു വോട്ട് ഒരു പ്രധാന ഘടകമാകുന്നതും അതിനുവേണ്ടി നേതാക്കൾ തമ്മിൽ മത്സരിക്കുന്നതുമാണ് സിനിമയുടെ പ്രമേയം. ഒരു പൊളിറ്റിക്കൽ സറ്റയർ എന്ന സിനിമയുടെ ജോൺറയിൽ നിന്നും ഒരു തരി പോലും വ്യതിചലിക്കാതെ വളരെ ശക്തമായും വളരെ ഡയറക്റ്റായും തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. മേക്കിംഗ് ക്വാളിറ്റിയിലും ടെക്നിക്കൽ സൈഡിലും മെയിൻ സ്ട്രീം സിനിമകളിൽ നിന്നും ഒരു തരി പോലും പുറകോട്ട് പോകുന്നില്ല മണ്ടേല. തമാശയ്ക്ക് വേണ്ടി തമാശ എന്നതിൽ നിന്നും മാറി സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന തമാശയാണ് സിനിമയിലുള്ളത്. യോഗി ബാബുവിന്റെ വളരെ മികച്ച പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാകുമ്പോഴും സിനിമയിൽ അഭിനയിച്ച ആരും തന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല എന്നതും ശ്രദ്ധേയമാണ്. മികച്ച ക്യാമറയും BGMഉം സിനിമയുടെ മാറ്റുകൂട്ടുന്നുണ്ട്. സമൂഹത്തിലെ പ്രിവിലേജ്ഡ് ആയ ഒരു കൂട്ടം അണ്ടർ പ്രിവിലേജ്ഡ് ആയവരുടെ വോട്ട് പോലും പണം കൊടുത്തും വെറുപ്പ് സൃഷ്ടിച്ചും ഇല്ലാത്ത ഈഗോ കുത്തിവെച്ചും കവർന്നെടുക്കുന്നതിനെ സിനിമയിൽ പലയിടത്തും വളരെ മികച്ച രീതിയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ടോക്സിക് ആയി മാറിയ ഒരു കൂട്ടം ആണുങ്ങളുടെ ഇടയിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പോലും ആകാതെ സഹിക്കേണ്ടി വരുന്ന സ്ത്രീകളെ പറ്റി സിനിമ പറയുന്നുണ്ടെങ്കിൽ പോലും തുടക്കത്തിൽ കാണിക്കുന്ന നല്ലവനായ നേതാവിന്റെ 2 ഭാര്യമാരെ വെച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തെ ഒരു സറ്റയർ രീതിയിൽ കൊണ്ടുവരാഞ്ഞത് ഒരു ചെറിയ കല്ലുകടിയായി തോന്നി. നല്ലവനായ നേതാവിന്റെ പല പ്രവൃത്തികളും പിന്തിരിപ്പനാണെങ്കിലും സിനിമ അതിനെ ഒട്ടും വിമർശിക്കുന്നില്ല. ഈ ഒരു ചെറിയ പോരായ്മ മാറ്റി നിർത്തിയാൽ കോർപ്പറേറ്റുകൾക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന അമാനുഷികനായ നായകനെയും കൃഷിയെ സ്നേഹിക്കുന്ന നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ നാട്ടുകാരുടെ പ്രശ്നം ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പൊരുതുന്ന അമാനുഷികനായ നായകനെയും ഒക്കെ കണ്ടുമടുത്തവർക്ക് ഈ സിനിമ വലിയൊരു റിലീഫായിരിക്കും. ഈ 2 സിനിമകളും കണ്ടവർ അവയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.